എന്താണ് പ്രിയതമേ കാര്യമായിട്ട് എടുത്തിട്ട് വരുന്നത്? കുറച്ച് ഞാൻ ഇതിന്റെ തോട് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കളയാനുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുറച്ച് ഇതാക്കാനുണ്ടെന്ന്. ഇതും കൂടെ ഇനി കിളി എടുക്കണം. അപ്പൊ ഇതും കൂടെ എടുത്തിട്ട് ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്പെഷ്യൽ എന്താണ്? റോസ്റ്റ് ബിരിയാണി വേണ്ട, റോസ്റ്റ് ബിരിയാണി നമ്മൾ ചെറുക്കം വെച്ചത് അഹങ്കാരം കൂടും. ഒന്നീടെ അടിച്ചിട്ട് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ചെമ്മീൻ കിടന്ന് കുത്തുമ്പോൾ അവൻ നമ്മളെ ഇത് കുത്തു മേടിക്കും. കറക്റ്റ്. ഇത് നമുക്ക് കിളി എടുക്കാം. എന്നാ കിള വലിയ കിള്ള അറിയാതാണല്ലോ നീ പറഞ്ഞത്. ഇങ്ങനെ എടുക്കാം, എനിക്ക് ഇങ്ങനെ പിടിക്കണം. എൻ്റെ മമ്മ കിള്ളാവിനെ കേൾക്കണം. പോയി നിങ്ങൾ നീക്കി വെക്കാം. ഇവിടെ എൻ്റെ വെള്ളം വീഴിക്കരുത്, ഭയങ്കര മണവാ വെള്ളത്തിന്. അത് നമ്മൾ തല തോടിടാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെക്കാം. ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിലോട്ടിടണം. എന്നിട്ട് നമ്മൾ ബാക്കിത്തെ വാഴം പൊളിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നടുക്കിനകത്തോടെ മുറിച്ച് സ്പീഡ് ചെയ്തോ. രണ്ടുപേർക്ക് ഞാൻ ജോലി മേടിച്ചു തരാം മീൻ മാർക്കറ്റിൽ ഇത് കളയാൻ വേണ്ടിട്ട്. പൈസ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയോ? അടിപൊളി പൈസ കിട്ടും. അതേ കറക്റ്റ് സാധനങ്ങൾ ഇങ്ങനെ കളയണം കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെ നിങ്ങൾ കളയാറുണ്ടോ? ഇതന്നെ പരിപാടി കഴിഞ്ഞില്ലേ? ഈ ചെമ്മീൻ്റെ അകത്ത് ഇങ്ങനെ കറുത്ത സാധനം ഉണ്ടല്ലോ, ഇത് കണ്ടോ? ഇത് കൊള്ളത്തില്ല. ഇതിങ്ങനെ കണ്ടോ, അതാണ് ചെമ്മീൻ്റെ അപ്പി. അത് അപ്പൊ അതിങ്ങനെ കോട്ടല്ലേ? അപ്പൊ അത് നീ വലിച്ചു കളയുന്നുണ്ടായിരുന്നല്ലോ. അത് ഫുള്ള് പോയിട്ടില്ല കേട്ടോ, വലിയ ചെമ്മീൻ ആയതുകൊണ്ട്. അതിന്റെ ഇനിയുണ്ട്, അത് ഞാനിങ്ങനെ കളയുക. അതിങ്ങനെ കത്തിയും കൊണ്ട് ഇല്ലല്ല, പോകത്തില്ല. തേങ്ങ കൊത്തിയത് ഇത് മതിയോ? തേങ്ങ കൊത്ത് മതിയോന്നേ? അത് നുറുക്കി എടുത്തതെന്ന് അപ്പൊ അറിയാം നമുക്ക് കറക്റ്റ്. ഞാനപ്പത്തേക്ക് ഇത് വൃത്തിയാക്കി എടുക്കാം. എന്നാ സഹോദരി അയില കഴിഞ്ഞു പൊരിക്കാൻ. ലാസ്റ്റ് ഇപ്പൊ പൊരിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് സാധനങ്ങളെല്ലാം തിരുമ്മി സെറ്റാക്കി വെക്കണം. എന്നിട്ട് വേണം വറുത്തിട്ട് വേണം നമുക്ക് റോസ്റ്റ് ആക്കാൻ. 1 കിലോ ചെമ്മീനാണിത്. കൊണ്ടുവന്നപ്പം ഈ ചെരുവത്തിന് നിറച്ചുണ്ടായിരുന്നു, പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വറുത്തിട്ടാണോ റോസ്റ്റ് ആക്കുന്നത്? അല്ല, റോസ്റ്റ് ആക്കി വറക്കുമല്ലേ? അല്ല, തമാശ കാര്യം ചോദിച്ചാ. റോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മതി. റോസ്റ്റ് ആക്കുമ്പോൾ പിന്നെ ചേർക്കണ്ടല്ലോ. ഇപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ആർക്കൂല ഇത്. ഒരു പൊടിക്കും കൂടി ഉപ്പ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ സ്പെഷ്യൽ ഒരു സാധനം കൂടി ചേർക്കണം. ഒരു നാരങ്ങയോ അല്ലെങ്കിൽ വിനാഗിരിയോ. ലെനി സ്പെഷ്യലാണോ? ലെനി സ്പെഷ്യൽ. കയ്യിലോട്ട് പിഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇതുണ്ടെങ്കിൽ കണ്ടോ, അതതിനകത്ത് വീഴാറ്. ഞാൻ ഒരു അരമുറിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് വിനാഗിരി ആണെങ്കിലും എടുക്കാം. ആയിക്കോട്ടെ. ഇനി ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് നമ്മുടെ ഈ ചെമ്മീനിലോട്ട് ഇങ്ങനെ പരട്ടി അതിന് നമ്മളൊരു പരുവത്തിന് ഇങ്ങനെ ആക്കണം. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പൊ ഫ്രിഡ്ജിലിരുന്ന് നല്ലതായിട്ട് ഇത് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തതല്ലേ, ഇതെല്ലാം കൂടെ അങ്ങ് സെറ്റ് ആവും. എന്തിനാന്നേ നമ്മുടെ ഷീറ്റ് പറഞ്ഞു പോയത് കണ്ടോ? അതെ, എനിക്ക് അയൽക്കൂടത്തിൽ ഇപ്പം പൈസ വെച്ചോ? ഉണ്ടോ? 300 ഉണ്ടോ? ഞാൻ വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു തൂത്തിടാം അല്ലേ കൺമണി? എന്നാ ശരി, പോയിക്കോ. ഞാൻ അയൽക്കൂട്ടത്തിന് പോട്ടോ. എന്നാ ശരി, എന്നാ ചായ കൊടുത്തിട്ടേ പോവാം. ടി വിയും കണ്ട് അടങ്ങിയിരുന്നോ? അച്ഛപ്പം തന്നെ വരും. ഞാനും പെട്ടെന്ന് വരാം. ടാറ്റാ, ബൈ ബൈ. പെട്ടെന്ന് പറഞ്ഞേ. അങ്ങനെ കടയിൽ പോയി കെട്ടിയുണ്ടാ തിരിച്ചു വന്നിരിക്കുന്നു. എന്നെ കണ്ടില്ലായിരുന്നു താഴെ?
എന്നെ താഴെ കണ്ടില്ലായിരുന്നോ? ഞാൻ ജസ്റ്റിയുടെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും സൗണ്ട് കേട്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങ് പോന്നു. എനിക്ക് പുതിയൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആ ഷിൻഡുവിൻ്റെ വക പുതിയ ചിക്കൻ ചിന്താമണി. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ചിക്കൻ ചിന്താമണി. അത് തന്നെ എന്തുണ്ടല്ലോ ഏട്ടായി എന്നേ എന്നോ കൺമണി അയൽക്കൂട്ടത്തിന് എന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ ഇപ്പോഴാണ് എല്ലാവരും കണ്ടേ. അത് ചാനലിൻ്റെ ലിങ്കൊക്കെ കൊടുത്ത് മിഞ്ചേച്ചിയോട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തു. ആ നമുക്ക് ചേട്ടായി എന്തൊക്കെയാ വരുവടി. നീ കിടന്ന് ഇങ്ങനെ കാറി പോവാതടി. അയ്യോ തുറക്കാൻ പറ്റില്ല. തുറന്നേ തുറക്കാതെ പാത്രം മറ്റേ അർജുനെ കിട്ടിയില്ലെന്ന്. ആ മണ്ണ് അത്രയും മരുന്ന് അതിനകത്ത് ഇല്ലെന്നാ പറയണത്. ഓ ഇത് ഇവൻ എന്തോ ചോക്കോപ്പി കിട്ടി. ഇതെന്റെ ഇതെന്റെ ലെനിയുടെ കിളി പറന്നു പോയിരിക്കുന്നു. ആ എന്റെ പിക്ചർ ഇതും എനിക്കാ. പിന്നെ തൈര് മോര് പോലും കിളി പോയി. പിന്നെ ഉരുളക്കിഴങ്ങ് ഇഞ്ചി നമ്മുടെ കൺമണിക്കുള്ള പിണ്ണാക്ക്. പിന്നെ അതിന്റെ ബില്ലും. ബില്ല് എത്രയാ? ഇത് കാണിച്ചേ. ബില്ല് ഞാൻ കാണിച്ചായിരുന്നു. അത് 457. അപ്പൊ എന്റെ ചോക്കോപ്പൈ ചേട്ടായിയെ ഒന്നേ പറഞ്ഞില്ലായിരുന്നോ? രണ്ടും എനിക്കറിയാം. പെയ്യാൻ തുടങ്ങി. ചേട്ടായാണെങ്കിൽ അരിവാളെടുത്തോണ്ട് ഇങ്ങോട്ട് പുല്ല് പറിക്കാൻ ഇറങ്ങി. ഇവനാണെങ്കിൽ സൈക്കിള് ചവിട്ടി നടക്കുന്നുണ്ട്. മഴയത്തെ കൂടെ നടന്നോടാ. എല്ലായിടത്തും പനിയും ബഹളമാണ്. നമ്മുടെ കൺമണിയാണെങ്കിൽ കാറി കൂവി പൊളിക്കുന്നുണ്ട്. ആണ്ടേ ആ ചേട്ടാ നാണ്ട അവിടെയാ പുല്ല് എത്തുന്നത്. വരുന്നടി. പതിവില്ലാത്തൊരു ഭയങ്കര കാർച്ചയാണല്ലോ അവള്. രാവിലെ മഴ പെയ്യുന്നത് കുറവായിരുന്നു. ആ ഒരുപാട് ഡ്രിഫ്റ്റ് ചെയ്യണ്ട. ആ താഴെ കിടക്കും സൂക്ഷിച്ചില്ലെങ്കിൽ. ചേട്ടായി വരുന്നുണ്ട്. ഇത് കണ്ടോ നമ്മുടെ വഴുതന മൊത്തം ഇതോ പുഴു കയറിയതാണ് എന്താണെന്ന് അറിയത്തില്ല. വഴുതനങ്ങ മൊത്തം വീണ് പോവുകയാണ്. ഉണ്ടോ ഇതുണ്ടോ വീണ് കിടക്കണേ. ഇത് പറ്റിയതാണെന്ന് അറിയത്തില്ല. പിന്നെ പൂവിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ചേട്ടായി പുല്ല് പറിച്ചു കൊണ്ടുവന്നു. കൺമണിക്ക് പുല്ല് കൊടുക്കാം. ഇത്രയാണ് കിടന്ന് കാറി കൂക്കൊണ്ടിരുന്ന നീയാ ആണോടി കൺമണി? നീ എന്തിനാ കാറി കൂക്കി? ഇത്രയും വലിയ കാർച്ച കാറിയത് എന്തുവാടി? സൈക്കിൾ ഇടിപ്പിച്ചാൽ നീ ഇപ്പം ശരിയാക്കുമല്ലോ. അവൾക്ക് സന്തോഷമായി. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ, ആ ചെമ്മീൻ എടുത്ത് ഇതാ ഞാൻ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിങ്ങനെ ഒരുപാടങ്ങ് ഫ്രൈ ആകുമൊന്നും വേണ്ട. കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് കുറേ വെള്ളം ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി സമയം എടുക്കും ഇതൊന്ന് ആയി വരാനായിട്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫ്രൈ ആകത്തില്ല. ഈ വെള്ളം അങ്ങ് വറ്റി ഒന്ന് ഇതായി വന്നാൽ മതി. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം എന്താ ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനപ്പം ഈ ചെമ്മീൻ വറുത്ത എണ്ണയുണ്ടല്ലോ അതിലോട്ട് തന്നെ കുറച്ച് കടുക് ഇടുവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ മാറ്റി വേറെ പുതിയ എണ്ണയൊക്കെ എടുക്കാം. പക്ഷെ എന്തിനാ വെറുതെ, അതുകൊണ്ട് ഞാൻ ആ എണ്ണ തന്നെ എടുക്കുവാണേ. അതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. എന്താ പൊട്ടാൻ ഇത്ര താമസം? ഞാൻ ഗ്യാസ് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇച്ചിരി കൂട്ടി വെക്കാം. പൊട്ടിക്കേ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി നമ്മുടെ കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം.
ഏകദേശം ഒന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നതാ തേങ്ങാക്കൊത്താണ്. ഈ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തു. തേങ്ങാക്കൊത്ത് എല്ലാവരും ചേർക്കാറൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തേങ്ങാക്കൊത്തും കൂടെ അതാ ചേർത്തു. എന്താ വിചാരിച്ചേ? എന്നാ ഓർത്ത ഓടി വന്നേ? ഉപ്പ് നോക്കാൻ ഇച്ചേടാ ഉപ്പ് നോക്കാൻ വിളിക്കാറില്ല. ആ ഉണ്ടാക്കി വെച്ചപ്പോൾ തൊട്ട് അപ്പനും മോനും കൂടി ഇങ്ങനെ പിരിവിരുത്ത് നടക്കുകയാണ്. ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം. എന്നാ കഴി കുത്തും ഞാൻ. അത് എന്നിട്ട് നോക്കും. അത് കേട്ടില്ല, അതുകൊണ്ട് ഭാഗ്യം. ഇതാകെ ഇത്രയേ ഉള്ളൂ. രണ്ടും കൂടെ എടുത്ത് തിന്നാൻ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ റോസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ അങ്ങ് തിന്നാൽ മതി. അതുകൊണ്ട് ഒരെണ്ണം കൊടുത്ത് സ്ഥലം കലയാക്കി. പക്ഷെ ഇനിയും വരും, എനിക്കറിയാം എവിടെ പോകാൻ. അപ്പം നമ്മുടെ ചുവന്നുള്ളിയും നമ്മുടെ തേങ്ങാക്കൊത്തും എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കരിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ, അത് പറയാൻ പോകുന്നത്. നന്നായിട്ട് ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണേ, നല്ല കളറൊക്കെ കിട്ടാനായിട്ട് നമുക്ക് 2 സ്പൂൺ ഇടാം മതി. കാരണം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ മുളക് പൊടി ഇട്ടതാണല്ലോ, അതുകൊണ്ടാണ് അധികം ചേർക്കാത്തത്. ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി പച്ചമണം നന്നായിട്ട് മാറി. ഇനി അതിലേക്ക് നമുക്ക് ചേട്ടൻ ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. അതിലേക്ക് നമുക്ക് തക്കാളി നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് അങ്ങ് കൊടുക്കാം. ഒന്നതിന് കൊക്കോ ഇത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും നമ്മുടെ തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് ഇതുണ്ടോ, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അടിപൊളി. ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, ഇപ്പം തന്നെ അത്യാവശ്യം എരിവുള്ളത് കൊണ്ട്. ഞാൻ ഇനിയും ഇതിലോട്ട് മുളക് പൊടിയോ കുരുമുളക് പൊടി ഇട്ടാൽ ചെറുക്കനെന്ന് തട്ടും, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. കറിവേപ്പിലയും കൂടി ഇട്ട് ഗ്യാസ് സിമ്മിലോട്ട് വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട, അങ്ങനെ ആയാൽ നമുക്ക് ആർക്കും തികയത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരണ വരെ വെക്കാം. എനിക്ക് നല്ല ജലദോഷം പിടിച്ച് വലിയ കുഴപ്പമില്ലാതിരുന്നതാണ്. പക്ഷേ ആ ചേട്ടൻ്റെ മുഖത്തടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് പൊടി അല്ല കുരുമുളക് സ്പ്രേ വാങ്ങി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് വെച്ച് ഉൾഗാടിക്കാനായിട്ട് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. കാരണം വിശക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റും ചോറും കൂടെ ആദ്യം തന്നെ അത് ആദ്യം എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കും. ശരിയായോ? ഓ ദുഷ്ട, ജമീൻ ഒരെണ്ണം വെച്ചു. ഒരെണ്ണൂടെ എനിക്കറിയാം. വേണ്ട വേണ്ട വേണ്ട. അതായത് വരട്ടിയത് ചെമ്മീൻ തേങ്ങ കൊത്തും ഇങ്ങനെ പൊക്കോ, അവിടെ വെച്ചോ, ഞാൻ കഴിക്കോളൂ. വെച്ചോ വെച്ചോ വെച്ചോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. അപ്പം ഞാനും കൂടെ കഴിക്കട്ടെ. നമ്മളിപ്പോൾ പ്രേമല് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. തിയേറ്ററിൽ പോപ്കോണും ഐസ്ക്രീമും കൊണ്ടുപോവാം. ശരി മതി, സിനിമ ആണ്. അതെ അതെ അതെ, നമ്മുടെ സിനിമ അങ്ങനെ ഇതാ ഇവിടം വരെയായി. നമ്മൾ കുറച്ച് മിച്ചർ കൊണ്ടുവന്ന് 3 പേരും കൂടെ കൈയിട്ട് വാരി തിന്നോണ്ടിരിക്കുക. നിങ്ങളുടെ കൈ എന്തേ? അത് വലിയ ആന കയ്യാ. മുമ്പന്മാരാണ് പെൺപന്മാരും, പെൺപന്മാരാണ് മുൻപന്മാരും. എന്നെ ചവിട്ടിട്ടു. ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. കുളിക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഞാൻ പിടിച്ചോണ്ട് വന്നതാണ് അതിൻ്റെ ചേട്ടായി ഫ്ലാറ്റായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും